ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോടിപ്പം മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, ആ വ്യക്തിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഉള്ളിൽ എന്താണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കാർഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി അതിൽ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഇപ്പോഴും. മുന്നേ നടന്നതായിരിക്കാം, പക്ഷേ സ്റ്റിൽ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഈ വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമമുണ്ട് ഇപ്പോഴും. അതായത് നിങ്ങളോടങ്ങനെ ചെയ്തു പോയി, ഇപ്പോഴും ആ ഒരു തെറ്റ് ഓർത്ത് ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മിണ്ടാനൊക്കെ ഒരു ഗിൽറ്റി ഫീല് ഈ വ്യക്തിക്ക് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അതായത് ഈ വ്യക്തിയുടെ കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ കായികപരമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു കാര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെയധികം ഈ വ്യക്തിയെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു തെറ്റാണ് എന്നുള്ളൊരു ഇത് മറ്റുള്ളവർ ഈ വ്യക്തിയിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാകില്ല, കാരണം ഈ ഒരു സിറ്റുവേഷൻ, അതായത് കഴിഞ്ഞുപോയ ആ ഒരു പ്രശ്നം ഈ വ്യക്തികളോട് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നമാണ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നിങ്ങളത് ക്ഷമിച്ചു കളഞ്ഞതായിരിക്കാം, പക്ഷേ ഈ വ്യക്തിക്ക് അതിപ്പോഴും അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. മറ്റുള്ളവരോട് ആ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് ഇത് നിർത്തു, ഇത് മുന്നോട്ട് പോകാനായിട്ട് ഒരു ചാൻസും ഇല്ല എന്നൊക്കെ തന്നെയാണ് ഈ വ്യക്തിയെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയുടെ ഇപ്പോൾ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടാവാം, അതായത് ഹോസ്പിറ്റൽ കേസാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വ്യക്തി അതിലും തളർന്ന് നിൽക്കുന്നു, ഇതിലും തളർന്ന് നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തി ഇതൊക്കെ എല്ലാവരോടും പറയുമെങ്കിൽ പോലും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിക്കുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷനൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ പോലും ഇവരുടെ ഉള്ളിൽ എന്നെക്കുറിച്ച് ഇനി ഇവരെന്ത് ചിന്തിക്കും, ഞാൻ വളരെ മോശക്കാരിയായോ എന്നുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് ബാഡായിട്ടുള്ള തോട്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ വ്യക്തിക്ക് ഒട്ടും ഒരു കാര്യത്തിലും ഈ വ്യക്തിയോട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നു നിൽക്കുന്ന ഒരവസ്ഥ, ഇപ്പോൾ ജോലി പോകുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോട് പറയാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്, ഇത് വളരെ പാഷനേറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ലവാണ്. വളരെയധികം മറ്റുള്ളവരോട് ഈ ഒരു ലവ് സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം അതിശയിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന, അതായത് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലവ് സ്റ്റോറി തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നു, അത് മാറി മറിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ഇന്നർ ക്ലാരിറ്റി, അതായത് ഒരു ഉള്ളിലൊരു ക്ലാരിറ്റി ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം തളർന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ഹാപ്പി സക്സസ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുമോ, അല്ലെങ്കിൽ പുതിയൊരാൾ വരാൻ വേണ്ടിയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു കർമാറ്റിക് സിറ്റുവേഷനാണ്. ഈ വ്യക്തിക്ക് അങ്ങനെ വരും. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി അത് മനസ്സിലാക്കാനായിട്ടാണ്, അതായത് എത്രത്തോളം നിങ്ങൾ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം ഈ വ്യക്തിയെ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആ വ്യക്തിക്കും നിങ്ങളോടും ഇത് തന്നെ തോന്നണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ന്യൂ കണക്ഷൻസ്, സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് മുന്നേ ഉണ്ടായ, അതായത് പുറകിൽ നിന്ന് കുത്തുന്ന പോലത്തെ ആൾക്കാർ മാറിയിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്ത്, അതായത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതേപോലെ തന്നെ ഈ വ്യക്തി ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത രീതിയിലുള്ള ഒരാളാണ്. പക്ഷേ ഈ വ്യക്തിക്കുള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കാനായിട്ട് ഈ വ്യക്തിക്ക് അറിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിൽ നിന്നൊക്കെ ഈ വ്യക്തി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് പോകുന്നു. ഓക്കെ, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ട് ഇത് മറിയാനായിട്ട് പോകുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തി വിട്ടു പോകുമോ അല്ലെങ്കിൽ വേറെ ആൾ വരുമോ നിങ്ങൾ ഭയങ്കര അങ്കലാപ്പോടുകൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കരുത്. അതായത് നെഗറ്റീവ് തോട്ട്സ് അത് മാനിഫെസ്റ്റേഷനായിട്ട് വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഓവർ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ചീത്തക്കാര്യം ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ പോകുന്നതിന് പകരം നല്ല കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അത് തന്നെ മാനിഫെസ്റ്റേഷനായിട്ട് വന്നോളും. ഇനി കണ്ടോ, നമുക്കിവിടെ ഹാപ്പി ആൻഡ് സക്സസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആവുകയില്ല. ഓക്കെ, പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്ന ഒരു ഇതിലല്ല ഈ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തിയെ ഈ വ്യക്തിയെ നെഗറ്റീവായിട്ടുള്ള പീപ്പിളിൽ നിന്നും നിങ്ങൾ വിടുവിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ആ ടൈമിൽ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ, അതായത് വളരെയധികം മോശമായുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ അതിൽ നിന്നും വിടുവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കാരണം നിങ്ങൾക്കാണ് അവിടെ ആ ഒരു സ്ട്രെങ്ത് ഉള്ളത്. ഈ വ്യക്തിക്ക് പോകാൻ പറയാനായിട്ട് ഉള്ള സ്ട്രെങ്ത് ഈ വ്യക്തിക്കില്ല. ആ ഒരു, അതായത് മെൻ്റലി ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഈ വ്യക്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണം ഈ വ്യക്തി അതിൽ നിന്നെല്ലാം മോചിപ്പിക്കാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ന്യൂ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരൊക്കെ വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് മെച്ചപ്പെടും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. ബാഡായിട്ടുള്ള തിങ്കിങ് ഒക്കെ വിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മാനിഫെസ്റ്റേഷൻ ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഫോക്കസ് ചെയ്യുക. സാധാ പോലെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.